പക്ഷേ ശശി തരൂരിന് KPCC അപ്രഖ്യാപിത പുറത്താക്കൽ അല്ലെങ്കിൽ വിലക്ക് പ്രഖ്യാപിച്ചേക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പറയുന്നു. ഇപ്പോൾ കെ മുരളീധരൻ്റെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അദ്ദേഹം KPCCയുടെ ഇതിൽ ബന്ധമില്ല, അദ്ദേഹം പാർട്ടിക്ക് പുറത്ത് തന്നെയാണെന്ന് പറയുന്നു. ഉണ്ണിത്താൻ പറയുന്നു അദ്ദേഹവുമായിട്ട് ഇനി പരിപാടികളിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, കാര്യം പാർട്ടി രഹസ്യങ്ങൾ ഒരുപക്ഷെ ചോർന്നേക്കാം എന്ന തരത്തിൽ പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? തരൂര് ഇനി അധിക നാൾ ഈ ഖദർ കുപ്പായത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണോ? അല്ല, തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് സാധാരണ നമ്മൾ മീഡിയ പ്രവർത്തകർക്ക് പോലും വളരെ ക്ലിയർ പിക്ചറാണ്. മാത്രമല്ല തരൂരിൻ്റെ എഴുത്തും വർത്തമാനവും ശ്രദ്ധിക്കുന്ന സൂക്ഷ്മമായ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നീക്കങ്ങൾ അത് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് സംഭവിച്ചതല്ല, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ചിത്രമുണ്ട്. തരൂര് മിണ്ടാതിരിക്കുന്നു, തരൂര് അത് പറയാതിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം. എന്നാൽ ഇതിനേക്കാളും നന്നായി AICCയും KPCCയും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് അവരുടെ ഒരു യാഥാർത്ഥ്യം, സത്യം അതാണ്. എന്നാൽ ഉത്തരവാദപ്പെട്ട ഒരാളും ശശി തരൂരിനെതിരായി ഒരു വാക്ക് പറയില്ല എന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ്. VD സതീശനെ പലതവണ പത്രക്കാർ ചോദിച്ചല്ലോ, എന്താണ് ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ള എൻ്റെ പാർട്ടിയിൽ പറയും, എനിക്ക് നിലപാടുണ്ട്. അത് അവരുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. AICC നേതാക്കൾ ആരും തന്നെ ഐദർ മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ഇന്ന് വരെ ശശി തരൂരിനെതിരെ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിക്കുന്ന ചരിത്രപരമായ ഒരു ധർമ്മമാണ്. ആ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിനെ പോലുള്ള ഒരു കാലിബറുള്ള ഒരു നേതാവിന്, സ്റ്റേച്ചറുള്ള ഒരു പേഴ്സണാലിറ്റിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കുറേ കാലത്തേക്കെങ്കിലും സെർവ് ചെയ്ത ഒരാളെ അദ്ദേഹം തീർച്ചയായിട്ടും പോകുമെന്ന് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവരുടെ ഒരു വാക്കുകൊണ്ട് പോകരുത്. 2, പോകുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടും ഭൂമിയോളം താണ് വിനയാന്വിതരായി അദ്ദേഹവുമായി സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസസ് വല്ലതും ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഒക്കെ വേദി ഒരുക്കുന്നു എന്ന് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മര്യാദയാണ്. പക്ഷേ ഈ മര്യാദയൊക്കെ ലീഡർഷിപ്പിന് മാത്രമേ ബാധ്യതയുള്ളൂ. കോൺഗ്രസിൻ്റെ സാധാരണ അണികൾക്ക് കെ മുരളീധരൻ എപ്പോഴും നിൽക്കുന്നത് ഈ സാധാരണ അണികളുടെ അദ്ദേഹത്തിൻ്റെതായ ഒരു കൾട്ടിൻ്റെ ഒരു പ്രതീതിയായിട്ടാണ് നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിൽ പണ്ട് പേര് കേട്ട ഒരാളാണ്, ഈ വായില്ല കോടാലി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയാം. പക്ഷെ അവർ പറയുന്നതിൽ ഇപ്പോൾ യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കുകയില്ല. ആരായി പറയണത്? കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്, വക്താവാണ്, പഴയ KPCC പ്രസിഡന്റാണ്. പിന്നീടൊന്ന് പോയി വന്നതിൻ്റെ ദോഷമൊക്കെ അദ്ദേഹത്തിന് വന്നെങ്കിലും കെ മുരളീധരനാണ്. ആരെക്കുറിച്ചാണ് പറയണത്? തിരുവനന്തപുരത്തിൻ്റെ MP കുറിച്ചാണ്. തിരുവനന്തപുരത്തിൻ്റെ MP തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിൽ അയാൾ സൂക്ഷിക്കണം എന്ന് പറയാം. ആ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൽ കുറെ കൂടി ജനപക്ഷ നിലപാടുണ്ട്. കാരണം ശശി തരൂരിൻ്റെ നിലപാട് സാധാരണ മനുഷ്യർക്ക് പോലും വളരെ ക്ലിയറാണ്. അതിൻ്റെ അർത്ഥം ലീഡർഷിപ്പിലുള്ള ഒരു പൊട്ടന്മാരായതുകൊണ്ടല്ല, അവർ കുറെ കൂടി റെസ്പോൺസിബിളാണ്. അവരുടെ ഒരു വാക്കുകൊണ്ട് ശശി തരൂർ പോയി എന്ന് ചരിത്രം പറയാനിടയാക്കരുത്. ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ പോലും അങ്ങനെ ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കരുത്. ഇതേ ഉള്ളൂ അതിൻ്റെ കാര്യം. ശശി തരൂർ പോകും. ശശി തരൂരിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വളരെ, എനിക്ക് തോന്നുന്നത് അങ്ങേയറ്റം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പാതയിലാണ് ശശി തരൂരിന് പോകാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത്. എത്ര കൃത്യം എന്നാലോചിച്ച് നോക്കൂ. ശശി തരൂരിന് വേണ്ടി 3 യോഗങ്ങൾ വിളിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രേമൻ. അതായത് ഒന്ന് AIC നമ്മുടെ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കുന്ന പാർലമെന്ററി പാർട്ടി മീറ്റിംഗ്. ആ പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിന് ഇദ്ദേഹത്തെ നിർബന്ധപൂർവ്വം പാർട്ടി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം പുറത്താണെന്ന് പറയുന്ന കാരണം തീർച്ചയായിട്ടും ഒരു നിസ്സാരമായ കാരണമാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വിദേശയാത്ര കൊണ്ട് പാർലമെന്ററി പാർട്ടിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നവന് അത് ഇൻഡിസിപ്ലിനാണ്, ഒട്ടും മര്യാദയല്ല, അച്ചടക്കമല്ല എന്ന് ശശി തരൂരിന് നന്നായിട്ട് അറിയാം. പ്രധാനപ്പെട്ട കാരണം ലോകത്തിൻ്റെ ഏത് അറ്റത്ത് നിന്നും അദ്ദേഹത്തിന് വന്ന് പങ്കെടുത്ത് തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റാണ്. സ്പെഷ്യൽ വിമാനം പോലും വേണമെന്ന് ശശി തരൂർ പറഞ്ഞാൽ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബന്ധം കേന്ദ്ര ഗവൺമെൻറ്റും തരൂരും തമ്മിലുണ്ട് താനും. അദ്ദേഹം ഗ്രീസിൽ നിന്ന് വന്നില്ല, പോട്ടെ. രണ്ടാമത്തെ അവസരം കോട്ടയത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണമാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയൊരു MP എന്ന നിലയിൽ കേരള ചരിത്രം കണ്ട ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവിൻ്റെ രണ്ടാം ചരമവാർഷികം. അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ മുഖ്യ പ്രഭാഷകനാവാൻ ക്ഷണിച്ചു. KPCC നേരിട്ട് വിളിച്ചു. ആദ്യത്തെ മീറ്റിംഗ് AICC വിളിച്ചു,
രണ്ടാമത്തെ മീറ്റിംഗ് KPCC വിളിച്ചു, വന്നില്ല. മൂന്നാമതൊരു അവസരം കൂടി രണ്ടു കൂട്ടരും ചേർന്ന് രാഹുൽ ഗാന്ധിയും KPCCയും ചേർന്ന് കൊടുത്തു. അതെന്താണ്? രാഹുൽ ഗാന്ധി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു, AK ആന്റണിയെ കാണുന്നു, KPCC ആസ്ഥാനത്ത് പോകുന്നു. എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ശശി തരൂരുമായിട്ട് ഇരുന്ന് സംസാരിക്കണം. കാരണം ശശി തരൂർ എപ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. തരൂർ പറയുന്നത് എന്നോട് നേരിട്ട് പറയട്ടെ, അപ്പോൾ ഞാൻ മറുപടി പറയാം. നേരിട്ട് പറയണമെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്ന ദൂരത്ത് എവിടെയെങ്കിലും പോയി ഇരുന്ന് കൊടുക്കണ്ടേ? അപ്പോഴല്ലേ നേരിട്ട് പറയുക, വിളിച്ചാൽ പോവില്ല. ആ നിലപാട് ശശി തരൂരിൻ്റെ എനിക്ക് തോന്നുന്നു ശശി തരൂരിനെയൊക്കെ വായിക്കുകയും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ. അപ്പോൾ ശശി തരൂരിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയമായി ഇപ്പോൾ കാണിക്കുന്ന വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു കുറുക്കൻ്റെ നിലപാടാണ്. ഒരു പ്രതിഭാശാലിയായ ഒരു ജീനിയസിൻ്റെ, ഒരു പൊളിറ്റിക്കൽ ജീനിയസ് ആയിട്ടല്ല ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. തന്ത്രപൂർവ്വം അദ്ദേഹത്തിന് അവശേഷിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകാനുള്ള പ്ലാൻ വരച്ചു. അതാണ് പക്ഷേ എനിക്കും പറയാനുള്ളത്. അതായത് തരൂർ എന്ന് പറയുന്നത് ഒരു രൂപപ്പെടുത്തിയ, അതായത് പൊളിറ്റിക്കലി എടുത്തൊരു നേതാവല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ വക്താവാണ്. ഒരു കൃത്യമായൊരു സ്ഥാനം വഹിച്ചതിന് ശേഷം പിന്നെ ഒരു സുപ്രഭാതത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അന്ന് UPA അധികാരത്തിലുള്ള സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായ പരിഗണന കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പോലും പാർട്ടി സജീവമായി സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ, അതായത് തനിക്ക് നേടാവുന്ന ലക്ഷ്യങ്ങളെല്ലാം നേടി, അതായത് ഇനി തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇനി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കറവ് പറ്റിയ പശുവാണ്. അദ്ദേഹത്തിന് അടുത്ത മേച്ചിൽപ്പുറം തേടി പോകണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ധാർമ്മികത എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതായത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ട് കൂടി തിരുവനന്തപുരം പോലുള്ളൊരു സീറ്റ് ഓഫർ ചെയ്യുക, കേന്ദ്രമന്ത്രി പദവി കൊടുക്കുക, ആനുകൂല്യങ്ങളെല്ലാം പറ്റി ഇപ്പോഴും, അതായത് ഇത്ര തുടർച്ചയായി പാർട്ടി അടക്കം വിമർശിക്കുന്നിട്ട് പോലും നേതൃത്വം ഒരു വാക്കുപോലും തരൂരിനെതിരെ പറയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ എടുക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ അതിഥിയായിട്ട് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പം പോലും പാർട്ടി അദ്ദേഹത്തിനെ കൃത്യമായൊരു, അതായത് ഈ നേതാക്കൾ പറയുന്ന അല്ലാണ്ടും നേതൃത്വം ഇടപെട്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് തരൂരിന് ബാധകമല്ലേ? അത് പ്രേമൻ പറഞ്ഞ ഒരു വാക്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട്. ഇദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് പ്രൊഫഷണലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയിട്ടുണ്ടോ? ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു. ആര് പറഞ്ഞിട്ട്? ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഇദ്ദേഹം ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ജനറലായിട്ട് ഇരിക്കുമ്പോൾ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു. ആരുടെ നോമിനിയാണ്? ഇന്ത്യയുടെ നോമിനിയല്ല, സെൽഫ് മെയ്ഡാണ്. അദ്ദേഹത്തിൻ്റെ സ്വയം പടുത്തുയർത്തിയ ഒരു കരിയറാണ് ഈ ഗ്ലോബൽ ഡിപ്ലോമസി. അതിൽ അദ്ദേഹം പടിപടിയായി ഉയർന്നു വന്ന് ഡെപ്യൂട്ടി സെക്രട്ടറിയായി. അവിടുന്ന് അദ്ദേഹം തന്നെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. ഇദ്ദേഹം ബൈ ചാൻസ് ഇന്ത്യനായിപ്പോയി എന്നതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ സെക്രട്ടറി ജനറലായി മത്സരിച്ചു എന്ന ഗ്ലാമർ വന്നു. ആ ഗ്ലാമറുമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രമേ അത്ര ജനാധിപത്യപരമായി ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ ഒരു റൊമാൻറ്റിക് ലൈഫ്, അതിമനോഹരമായ എഴുത്ത്, ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റി, ഒരു നെഹ്റുവിയൻ രാഷ്ട്രീയത്തിൽ നെഹ്റുവിൻ്റെ ഒരു കൾച്ചറാണ് അദ്ദേഹത്തിന് കരിയറിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ പൊളിറ്റിക്സിലേക്ക് വരിക. ആര് വന്നു? അദ്ദേഹം തന്നെ വന്നു. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സും അദ്ദേഹത്തിന് പ്രൊഫഷനാണ്. ഒരു പ്രൊഫഷനിൽ നമ്മൾ ചെന്നുവിട്ടാൽ എന്താ നോക്കുക? അവിടുത്തെ ധാർമ്മികത, ആ പ്രൊഫഷനിലെ ഏറ്റവും ഉയരത്തിൽ ഗ്രാഫ് വളർത്താനുള്ള വഴി എന്താണ്? ഇദ്ദേഹം വന്നു, കോൺഗ്രസ് ആണ് അന്ന് അദ്ദേഹത്തിന് ഏറ്റവും സ്വീകാര്യമായ വഴി. ആ സ്വീകാര്യമായ വഴിയിൽ അദ്ദേഹം 2-3 തവണ MP ആവുന്നു, ഒരു തവണ കേന്ദ്രമന്ത്രി, വിദേശകാര്യ സഹമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് ഭാവിയെക്കുറിച്ച് നമ്മളെക്കാൾ നല്ല കാഴ്ചപ്പാടുണ്ട്. ഈ പോക്ക് പോയാൽ ഇന്ത്യ മുന്നണിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും ഇനി അധികാരത്തിൽ വരാനിടയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഗ്രാഫിൽ ഒരേ ഒരു സാധ്യത BJP ആണ്. അതിന് അദ്ദേഹം നല്ല അവസരം കാത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വന്നു കിട്ടി. രാജ്യമാണ് പ്രധാനം, രാഷ്ട്രീയ പാർട്ടിയല്ല. എന്ത് നോൺസെൻസാണ് പറയുന്നത്? അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടിയാണ് ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ രാജ്യമാണ് പ്രധാനം, പാർട്ടിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റിക്സിൻ്റെ ബേസിക് ഡെഫിനിഷൻ അറിയാഞ്ഞിട്ടല്ലല്ലോ. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സേവനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുക. അല്ല, രാഷ്ട്രീയ പാർട്ടി വേറെയും രാജ്യം വേറെയുമല്ല. അതുകൊണ്ട്
തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുകയും അതിന് വിരുദ്ധമായി ആ പാർട്ടിയിൽ ഒരു അംഗം പെരുമാറുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് നീതീകരിക്കാനാവുക? ഒരർത്ഥവുമില്ല. അദ്ദേഹത്തിന് ഇനി പോകാനുള്ള വഴികൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്, ധാരാളം പദവികളുണ്ട്, അപ്പുറത്ത് വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. സമർത്ഥമായി അത് ഉപയോഗപ്പെടുത്താൻ നരേന്ദ്രമോദിയും BJPയും റെഡിയാണ്, അതിന് തയ്യാറായിരിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് വേണ്ടത് പുറത്തേക്കുള്ള വാതിൽ തുറക്കാനുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു കീ ആണ്. ആ കീയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് അദ്ദേഹത്തിന് ഇപ്പോൾ വിപ്പ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിനല്ല, എല്ലാ പാർലമെന്റേറിയൻസിനും ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികളിൽ കേന്ദ്ര ഗവൺമെന്റിനെ രൂക്ഷമായി ആക്രമിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേത്. ആ നിലപാട് മാത്രമേ കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിൽ സ്വീകരിക്കാവൂ. തീർച്ചയായിട്ടും ശശി തരൂരിന് ആ നിലപാടെടുക്കാൻ പറ്റുമോ? ശശി തരൂർ എതിർക്കും. അല്ല, അപ്പോൾ വിപ്പ് ലംഘിച്ചാൽ ഒരു ചോദ്യം കൂടി. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രചാരകരാണ് തരൂർ. അപ്പോൾ പ്രതിപക്ഷം അതിനെതിരെ പാർലമെന്റിൽ നിലപാടെടുക്കുന്നു. തരൂർ ആ വിപ്പ് പാലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളിപ്പറയേണ്ടി വരും. തീർച്ചയായും അത് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാവില്ല. തിരിച്ചടിയാവുന്ന മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിൽ അർപ്പിച്ച സകല വിശ്വാസവും ആഗോളതലത്തിൽ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും റദ്ദായി പോകും. അതുകൊണ്ട് ആ ഒരു പേഴ്സണാലിറ്റി ഡിഫക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹം കളയില്ല. ആ പേഴ്സണാലിറ്റിക്ക് വലിയൊരു കളങ്കമാവും. അത് അദ്ദേഹം തയ്യാറാവില്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിനിപ്പോൾ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചാൽ നടപടി എടുത്ത് കിട്ടും. അതിന് കാത്തിരിക്കുകയാണ് അദ്ദേഹം. ഒരു കാരണം കൂടിയുണ്ട് അതിന്. ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഏതൊരു തീരുമാനവും പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റ നിയമം കൂടി അദ്ദേഹത്തെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ എളുപ്പമുള്ള വഴി കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. കോൺഗ്രസ് വാതിൽ തുറന്നു കൊടുത്താൽ അപ്പുറത്ത് വിശാലമായ വാതിൽ തുറന്നു കിടക്കുന്നു. കുറുക്കൻ്റെ കണ്ണുള്ള വളരെ കണ്ണിങ് ആയ ഒരു പൊളിറ്റീഷ്യൻ്റെ പ്രൊഫഷണലായ ടച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദയനീയമായി പറയേണ്ടി വന്നിരിക്കുന്നു, ഈ ശശി തരൂർ എന്ന പൊളിറ്റിക്കൽ ജീനിയസിൻ്റെ പതനം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.